അല്ല സാർ, പതുക്കെ പതുക്കെ മെല്ലെ ഇറങ്ങിയാ മതി, കാലൊളുക്കും. ഏയ്, ഒരു പ്രോബ്ലം ഇല്ല. യാത്രയൊക്കെ സുഖമായിരുന്നു. ആ, നാളെ ജോയിൻ ചെയ്യും. ശരി, വെക്കട്ടെ. ഓ, വേറെ വിശേഷമൊന്നുമില്ല. ആ, താൻ സ്റ്റേഷനിലേക്ക് വെക്കൂ. ചേട്ടാ, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കില്ല. ഈ ട്രാൻസ്ഫർ കമ്പൽസറി ആണോ അതോ ചേട്ടന്റെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാണോ? മനസ്സിലായില്ല. ഡാഡിയുടെ ബിസിനസ് നോക്കി നമുക്ക് നമ്മുടെ നാട്ടിൽ സുഖമായി ജീവിക്കാമല്ലോ. സ്വന്തം കൈകൊണ്ട് 4 കാശ് സമ്പാദിച്ച് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അതും ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം. അത് എന്റെ ചിരകാല സ്വപ്നമായിരുന്നു. ഐ എം ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ. അത് സിറ്റിയിലായാലും നാട്ടിലായാലും ഐ ഫീൽ ദ സെയിം എഫർട്ട്. പുതിയ സ്ഥലം, പുതിയ എസ്ഐ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്തൊക്കെയാണ് ഈ നാട്ടിലെ പുതിയ ആക്ടിവിറ്റീസ്? എന്താ? ഐ മീൻ മേജർ ക്രൈംസ്. ഓ, അത് ശരി. ഹലോ, ഐ ആം സത്യപാൽ ഹിയർ. ഇന്നൊരു വിശേഷ ദിവസമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഐ മീൻ മൈ വെഡിങ് ആനിവേഴ്സറി. ഫാമിലിയെയും കൂട്ടിക്കൊണ്ടുവരണം, മറക്കണ്ട. ആരാണ് സത്യപാൽ? ഇവിടത്തെ പ്രമുഖ ബിസിനസ്മാനും ബിൽഡിംഗ് കോൺട്രാക്ടറും പൗരപ്രമാണിയും ഒക്കെയാണ്. മന്ത്രിമാരുടെയൊക്കെ അടുത്ത സുഹൃത്താണ്. വർക്ക് കുറച്ച് കടുപ്പമായി. അതിന് പെൺകുട്ടി ഉമ്മയുണ്ടല്ലോ ഇവിടെ. വേഗം വാടാ, വിശക്കുന്നു. ലോവറിന്റെ റിസൾട്ട് ഈ ആഴ്ച അറിയാം. ജയിക്കുന്ന ഉറപ്പല്ലേ? എന്നാൽ മുതലാളിയോട് പറഞ്ഞ് ഇവിടെ തന്നെ ടൈപ്പിസ്റ്റ് ആക്കാം. കഴിക്ക്. ചേട്ടൻ കഴിക്കും, വയറ് നിറയട്ടെ. നീ കഴിച്ചാൽ എന്റെ വയറ് നിറയും. ഇങ്ങനെ നിർബന്ധം പിടിച്ച ഓള് പോകുമ്പോ എന്ത് ചെയ്യും? അതിന് അവൾ എവിടെ പോകാനാ? ഓളെ നിക്കാഹ് കഴിച്ചാന്റെ കാര്യമാ പറയുന്നത്. ഹായ് പ്രിയ, വീട്ടിലേക്ക് വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, വരുന്നേ. ആരെങ്കിലും കാണും. ആര് കണ്ടാലെന്ത്, നമ്മുടെ ഇഷ്ടമാണ്. ചേട്ടൻ വഴക്ക് പറയും. അതിനിപ്പോ ചേട്ടൻ ടാക്സിയിൽ വേണ്ട, ഞാൻ വരില്ല. ഇത് സക്രിയ തോമസ്. ഇത് മിസ് പ്രകാശ്. ഷീസ് പ്രമീള.
അവർ കമ്പനി സെക്രട്ടറി. മോക്ക് ബലൂൺ വേണം. ആ Today let us enjoy. Cheers. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ഭാര്യ അത് കാര്യമായ ഒരു ചോദ്യം തന്നെ, മറുപടി അർഹിക്കുന്ന ചോദ്യം. ബട്ട് അതൊരു വലിയ ട്രാജഡിയാണ്. അത് പറഞ്ഞ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാം മൂട് കളയണം. One day I tell you. ഇവിടെ തന്നെ കാണും. ഭയപ്പെടാൻ എന്നിരിക്കുന്നു. എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഷോക്ക്. മോള് പേടിച്ചു പോയി. എന്ത് പറ്റി? ബലൂണിന്റെ പിറകെ ഓടിയതാ, ചെറുതായൊരു ഷോക്ക് അടിച്ചു. ആജി സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഭാഗ്യം. താങ്ക്സ്. ആരും വരുന്നുണ്ട്. ഞാൻ അകത്ത് പോവാം. നമ്മള് മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ അത് കാരണം പരസ്പരം ആർക്കും ഒന്നും സംസാരിക്കാൻ കൂടി കഴിയും. ആദ്യം ഒരു മൂടവ സത്യവാനങ്ങൾ തന്നേക്കും. എന്തായത്? വേറൊരു പ്രസന്റേഷൻ മാത്രം. അണ്ടർസ്റ്റാൻഡ്. വെരി ഗുഡ്. അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ സാധിക്കാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? പരസ്പരം പലപ്പോഴും പലതും കണ്ടില്ലെന്ന്. അപ്പോ എന്നെ വിലക്ക് വാങ്ങുന്നുവെന്ന് സാരം. എഴുന്നേൽക്കണം മിസ്റ്റർ. നിങ്ങളെയൊക്കെ വിലക്ക് വാങ്ങിക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ടെന്ന് എന്ന് പറഞ്ഞേക്ക്. Get out. അല്ല, I say you clear out. എന്താ കളവ് പോയത്? കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ കഴുത്തിലെ ചെവിയിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വെച്ചു. അതിപ്പോ കാണുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ?
ഈ വീട്ടിൽ ഞാൻ ആരെയാണ് സാർ സംശയിച്ചത്? കേശവ് മാത്രമേ ഇവിടെ ജോലിക്കായിട്ടുള്ളൂ. അവന് അങ്ങനൊന്നും എടുക്കാനുള്ള ധൈര്യമില്ല. മാനു പോയാൽ പോകട്ടെ. ഈ സാഹചര്യത്തിൽ സാറിന് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചല്ലോ. വെളച്ചിലൊന്നും എന്റെ അടുത്തുണ്ടാ? അല്ല ഇതാരെ അജിയോ? എന്താ ഈ ആ സമയത്ത്? സൈക്കിളിൽ നിന്ന് സൈക്കിൾ പറ്റുമായിരുന്നു. ആക്ച്വലി ഓവർടൈം ഉണ്ടായിരുന്നു. സൈക്കിൾ ബാക്ക് ചെയ്തു. ഞാൻ ഡ്രോപ്പ് ചെയ്തു. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ അനിയത്തി. അച്ഛനും ഒരു ശാപം പോലെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു. ആ വീടെടുത്തു. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഒരു ദിവസം വീട്ടിലേക്ക് വരണം. Good night. Okay. പ്രിയേ, പ്രിയേ, പ്രിയേ. എന്താ വൈകിയത്? സൈക്കിൾ പഞ്ചറായി. ഭക്ഷണം കഴിച്ചില്ലേ? ചേട്ടൻ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ആ വേഗം എടുത്തേക്ക്.